നമസ്കാരം. ബോണി തോമസിന്റെ കൊച്ചിക്കാരെന്ന പുസ്തകത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ഈ യാത്രയുടെ അവസാന ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതെ, 7ാമത്തെ ഭാഗം. കഴിഞ്ഞ 6 ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ? കൊച്ചിയുടെ ആ വൈവിധ്യം. ഇന്ന് ഈ 7ാമത്തെ അവസാന സംഭാഷണത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊച്ചിയിലെ മറ്റ് ചില പ്രധാന സമൂഹങ്ങളെക്കുറിച്ചാണ്. കാശ്മീരികൾ, പിന്നെ തുളു, കന്നഡ, മഹാരാഷ്ട്ര ബ്രാഹ്മണർ. പുസ്തകത്തിലെ 7, 19, 21, 22 അധ്യായങ്ങൾ. ഈ സമൂഹങ്ങളൊക്കെ എങ്ങനെ കൊച്ചിയുടെ ഭാഗമായി എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും. കൊച്ചിയുടെ ആ സാംസ്കാരിക ഭൂപടം പൂർണ്ണമാവണമെങ്കിൽ ഈ സമൂഹങ്ങളെക്കുറിച്ചും അറിയണം. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനു മുൻപ് കഴിഞ്ഞ തവണ നമ്മൾ നിർത്തിയത് എവിടെയാണെന്ന് ഒന്ന് ഓർത്തെടുക്കാം. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്ന് വന്നവരെക്കുറിച്ചായിരുന്നു അല്ലേ? പ്രധാനമായും രാജസ്ഥാൻ, ഗുജറാത്ത്, സിന്ധ്, ജൈന, പിന്നെ മറ്റു വ്യാപാരി സമൂഹങ്ങൾ. അതെ, അവരുടെ ആ കച്ചവട രീതികൾ, പിന്നെ അഹിംസയിലൂന്നിയ ജീവിതം, അതൊക്കെ നമ്മൾ സംസാരിച്ചു. കൊച്ചിയുടെ സാമ്പത്തിക രംഗത്ത് അവരുണ്ടാക്കിയ സ്വാധീനമൊക്കെ ചർച്ച ചെയ്തതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ശരി, അപ്പോൾ നമുക്കിന്നത്തെ വിഷയങ്ങളിലേക്ക് വരാം. ആദ്യത്തേത് കാശ്മീരികൾ. അധ്യായം 7. പുസ്തകത്തിൽ പറയുന്നത് 1990കളിലെ ആ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഇവരെ കൊച്ചിയിലേക്ക് എത്തിച്ചത് എന്നാണ്. അതെ, കാശ്മീർ താഴ്വരയിലെ ആ ഒരു അസ്ഥിരത, വംശീയ സംഘർഷങ്ങൾ, അതൊക്കെ കാരണം കുറച്ചുപേർ, പ്രധാനമായും കരകൗശല വസ്തുക്കൾ വിൽക്കുന്നവർ, ഇങ്ങോട്ട് വന്നു. അവരുടെ കൊച്ചിയിലെ ജീവിതത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് പുസ്തകം പറയുന്നുണ്ടല്ലോ, ഒരു ട്രാൻസിയന്റ് സ്വഭാവം. ശരിയാണ്. അതായത് ഒരു താൽക്കാലിക താമസം എന്നൊരു ചിന്ത ചിലർക്കെങ്കിലും തുടക്കത്തിലുണ്ടായിരുന്നിരിക്കാം. പ്രധാനമായും കരകൗശല വ്യാപാരം, അതിലായിരുന്നു ശ്രദ്ധ. നിസാർ എ. ലോണിനെ പോലുള്ളവരുടെ അനുഭവങ്ങളൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 45 കാശ്മീരി കുടുംബങ്ങളുണ്ടെന്നാണ് കണക്ക്. ഒരു 400 പേരോളം, 100ഓളം കടകളും. ശരിയാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പ്രവർത്തനം കൂടുതലും. സ്വന്തം നാട്ടിലെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് മാറി ഇവിടെ എത്തിയെങ്കിലും അവരവരുടെ ആ കാശ്മീരി ഐഡന്റിറ്റി വിട്ടിട്ടില്ല. അതാണ് രസകരം. അതെ, ഭാഷ, വസ്ത്രം, ഭക്ഷണം, ഇതിലൊക്കെ ആ ഒരു കാശ്മീരി ടച്ച് നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ കൊച്ചിയുടെ ഒരു ഭാഗമായി മാറി. അത് ശരിക്കും കൊച്ചിയുടെ ഒരു കഴിവാണ്, പലരെയും ഉൾക്കൊള്ളാനുള്ളൊരു സ്പേസ്. ശരിയാണ്. ഇനി നമ്മൾ കാശ്മീരിൽ നിന്ന് കുറച്ചുകൂടി തെക്കോട്ട് വരുന്നു, തുളുനാട്ടിലേക്ക്. അധ്യായം 19. തുളു ബ്രാഹ്മണർ. ഇവർ കൊച്ചിയിലെത്തുന്നത് 2ാം ലോക മഹായുദ്ധകാലത്താണെന്ന് പറയുന്നു. 1939-45 ആ സമയത്ത്. അതെ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്താന്ന് വെച്ചാല് അത് ഒരു പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിലായിരിക്കും. ഓഹോ. ഇന്ന് നമ്മൾ എല്ലായിടത്തും കാണുന്ന കഴിക്കുന്ന മസാല ദോശ, അത് കൊച്ചിക്ക് പരിചയപ്പെടുത്തുന്നത് ഇവരാണ്. ആണോ? മസാല ദോശയുടെ ഉത്ഭവം ഇവിടുന്നാണോ? കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത് ഇവരാണ്. അതുപോലെ ജാംഗ്രി എന്നൊരു മധുര പലഹാരം. ജാംഗ്രിയോ? അത് ജിലേബി പോലെയുണ്ടോ? കാഴ്ചയിൽ സാമ്യമുണ്ട്, പക്ഷെ കുറച്ചുകൂടി സോഫ്റ്റാണ്, കുറച്ചുകൂടി വ്യത്യാസമുണ്ട് രുചിയിൽ. അപ്പൊ ഈ 2 വിഭവങ്ങളും തുളു ബ്രാഹ്മണരാണ് കൊച്ചിക്ക് നൽകിയത്. കൊള്ളാം. കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. ഭക്ഷണത്തിലൂടെ ഒരു സമൂഹത്തെ അടയാളപ്പെടുത്തുക എന്നത് രസകരം തന്നെ. തീർച്ചയായും. കൊച്ചിയിലെ ഹോട്ടൽ രംഗത്ത്, പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഹോട്ടലുകളുടെ കാര്യത്തില് ഇവരുടെ പങ്ക് വളരെ വലുതാണ്. ഒരു പുതിയ രുചിലോകം അവരെ തുറന്നു. ഇനി അടുത്ത അധ്യായം 21. ദർശനപാത്രി. ഇത് കന്നഡ സമൂഹത്തെക്കുറിച്ചാണ്. കന്നഡ സമൂഹം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും കർണാടക ഓർക്കും. പക്ഷേ പുസ്തകം പറയുന്നത് ഇവർ കൂടുതലും കാസർഗോഡ് ഭാഗത്തുനിന്ന് വന്നവരാണെന്നാണ്. അതെ, അതൊരു പ്രധാന പോയിന്റാണ്. ഹെഗ്ഡെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സമൂഹം ശരിക്കും കർണാടകയോട് ചേർന്നു കിടക്കുന്ന കേരളത്തിലെ കാസർഗോഡൻ പ്രദേശങ്ങളിലെ തുളു സംസാരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. ആഹാ, അപ്പോ ഭാഷാപരമായി കന്നഡ മാത്രമല്ല, തുളുവുമായും ബന്ധമുണ്ട്. ഉണ്ടാവാം. അവർ കൊച്ചിയിലെത്തിയ ശേഷവും സ്വന്തം ആചാരങ്ങളൊക്കെ നിലനിർത്താൻ ശ്രമിച്ചു. അതിലൊന്നാണ് ഈ ദർശനപാത്രി എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം. അതിന്റെ വിശദാംശങ്ങൾ പുസ്തകത്തിലുണ്ട്. സ്വന്തം നാടും വീടും വിട്ട് പുതിയൊരു സ്ഥലത്തെത്തുമ്പോഴും ഈ ആചാരങ്ങളൊക്കെ മുറുകെ പിടിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അതെ, അത് അവരുടെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. കൊച്ചിയുടെ ആ മൊത്തത്തിലുള്ള വൈവിധ്യത്തിൽ ഈ കന്നഡ സാന്നിധ്യവും ഒരു പ്രധാന ഘടകമാണ്. ഇനി നമുക്ക് ഈ എപ്പിസോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വിശദവുമായ ഭാഗത്തേക്ക് കടക്കാം. അധ്യായം 22. മഹാരാഷ്ട്ര ബ്രാഹ്മണരും ഗണേശോത്സവവും. കൊച്ചിയിലെ ഗണേശോത്സവം അറിയാത്തവരുണ്ടാവില്ല. അത്രയ്ക്ക് പ്രശസ്തമാണത്. തീർച്ചയായും.
മട്ടാഞ്ചേരിയിലെ ഗണേശോത്സവം വളരെ വലുതാണ്. ഇതിനു പിന്നിൽ ഈ മഹാരാഷ്ട്ര ബ്രാഹ്മണരാണ്. ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ്, ഒരു 1850കളിലൊക്കെയാണ് ഇവർ ഈ മട്ടാഞ്ചേരിയിലേക്ക് വരുന്നത്. എവിടുന്നാണ് പ്രധാനമായും വന്നത്? മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരം, പ്രത്യേകിച്ച് രത്നഗിരി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, കൊച്ചിയിലെ കച്ചവട സാധ്യതകൾ. പിന്നെ അക്കാലത്തുണ്ടായ ക്ഷാമം പോലുള്ള കാര്യങ്ങൾ. അതുകൂടാതെ ക്ഷേത്രങ്ങളിലെ പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ടും ചിലർ വന്നിട്ടുണ്ട്. മട്ടാഞ്ചേരിയിലെ ശ്രീ ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവരുടെ ഒരു കേന്ദ്രമാണെന്ന് പറയുന്നുണ്ടല്ലോ, 1879-ൽ സ്ഥാപിച്ചത്. അതെ അതെ, ആ ക്ഷേത്രം പണിതത് കൊച്ചി രാജാവ് കൊടുത്ത സ്ഥലത്താണ്. അതൊരു പ്രധാന കേന്ദ്രമായി മാറി. ക്ഷേത്രത്തിനടുത്തുള്ള പണ്ഡിതൻ റോഡ്, ആ പേരിന് പിന്നിലും ഇവരാണെന്ന് പറയുന്നു. സാധ്യതയുണ്ട്. കാരണം പണ്ഡിതൻ എന്നത് ബ്രാഹ്മണരെ സൂചിപ്പിക്കാൻ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ്. അപ്പോൾ ആ റോഡിന് പേര് വരാൻ കാരണം ഈ മഹാരാഷ്ട്ര ബ്രാഹ്മണരുടെ സാന്നിധ്യമാവാം. പിന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പുസ്തകം പറയുന്നത്, ലോകമാന്യ ബാലഗംഗാധര തിലകൻ ഗണേശോത്സവത്തെ ഒരു പൊതു ആഘോഷമാക്കുന്നതിനു മുമ്പ് തന്നെ മട്ടാഞ്ചേരിയിലെ ഇവർ ഗണേശോത്സവം ആഘോഷിച്ചിരുന്നു എന്നതാണ്. ആണോ? അപ്പോ തിലകൻ അതിനെ ഒരു രാഷ്ട്രീയ ടൂളായി ഉപയോഗിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ ആഘോഷമുണ്ടായിരുന്നു. അതെ, മട്ടാഞ്ചേരിയിലെ ഗണേശോത്സവത്തിന് തിലകന്റെ ആഹ്വാനത്തെക്കാളും പഴക്കമുണ്ട്. അത് അവരുടെ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായി തുടങ്ങിയതാണ്. പിന്നീട് തിലകന്റെ ആഹ്വാനം വന്നപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിലുള്ള മറാഠികൾക്കതൊരു വലിയ പ്രചോദനമായി മാറിയിട്ടുണ്ടാകാം. ഉത്സവത്തിന്റെ രീതികളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. ഗണേശ വിഗ്രഹം ഇപ്പോഴും മഹാരാഷ്ട്രയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നത് രസകരമാണ്. അതെ, ആ ഒരു ബന്ധം അവരിപ്പോഴും നിലനിർത്തുന്നു. പിന്നെ ഘോഷയാത്രയിലെ ആരതികൾ, മറാഠിയിലുള്ള പ്രാർത്ഥനകൾ. അതെ, സുഖകർത്ത ദുഃഖഹർത്ത എന്നൊക്കെ തുടങ്ങുന്ന സമർത്ഥ രാംദാസ് എഴുതിയ ആ പഴയ മറാഠി ആരതികൾ, അതൊക്കെ ആ ആഘോഷത്തിന് അതിന്റെ തനിമ നൽകുന്നു. പിന്നെ ചനനിവേദ്യം, കടല കൊണ്ടുള്ള ഒരു പ്രത്യേക നിവേദ്യം, അതും മഹാരാഷ്ട്ര ബന്ധം കാണിക്കുന്ന ഒന്നാണ്. പക്ഷേ ഈ സമൂഹം ഇന്ന് ഒരുപാട് ചുരുങ്ങിപ്പോയെന്ന് പുസ്തകം സൂചിപ്പിക്കുന്നു. ഒരു കാലത്ത് 70 കുടുംബങ്ങൾ വരെ ഉണ്ടായിരുന്നത് ഇന്ന് വെറും 15 മാത്രം. ശരിയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. സാമൂഹികമായും സാമ്പത്തികമായും. പുതിയ തലമുറക്കാർ പഠിക്കാനും ജോലിക്കുമൊക്കെയായി പുറത്തേക്ക് പോകുന്നു. മറ്റു സമുദായങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുന്നു. പിന്നെ മട്ടാഞ്ചേരിയുടെ ആ പഴയ പ്രതാപം കുറഞ്ഞതും ഒരു കാരണമാണ്. ചിലർ മാറിപ്പോയി. എങ്കിലും അവരുടെ ഭാഷാപരമായ കഴിവ് അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് പറയുന്നു. മറാഠിയും മലയാളവും കൂടാതെ വേറെയും ഭാഷകൾ. അതേ, അതാണ് കൊച്ചിയുടെ ഒരു മാജിക്. വീട്ടിൽ മറാഠി സംസാരിക്കും, പുറത്തു മലയാളം. അതോടൊപ്പം ആ പഴയ മട്ടാഞ്ചേരിയിലെ കച്ചവട ആവശ്യങ്ങൾക്കും മറ്റുമായി കൊങ്കണി, ഗുജറാത്തി, ഹിന്ദി, ചിലപ്പോൾ കന്നഡ വരെ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു ബഹുഭാഷാ സമൂഹം തന്നെ. അതേ, പുസ്തകത്തിൽ DV ദേവ് എന്ന സുഗന്ധതൈല വ്യവസായിയെക്കുറിച്ചും സാപ്രെ എന്ന പൂജാരി കുടുംബത്തെക്കുറിച്ചുമൊക്കെ പരാമർശിക്കുന്നുണ്ട്. പിന്നെ കർഹടസ്ഥ, കൊങ്കണസ്ഥ, ദേശസ്ഥ എന്നിങ്ങനെയുള്ള മഹാരാഷ്ട്രയിലെ പ്രധാന ബ്രാഹ്മണ വിഭാഗങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശിവജിയുടെ പേരും പരാമർശിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ക്ഷേത്രവളപ്പിലെ ഒരു കെട്ടിടത്തിന് ശിവജിയുമായി ബന്ധപ്പെട്ട പേരുണ്ട്. അത് അവരുടെ ആ മഹാരാഷ്ട്ര പൈതൃകത്തോടുള്ള ഒരു ബഹുമാനം കാണിക്കുന്നു. അപ്പോ കാശ്മീരികളുടെ കരവിരുത്, തുളുക്കാരുടെ രുചികൾ, കന്നഡക്കാരുടെ ആചാരങ്ങൾ, മഹാരാഷ്ട്രക്കാരുടെ ഗണേശോത്സവം, ഇങ്ങനെ ഓരോ കൂട്ടരും കൊച്ചിയുടെ വലിയ ക്യാൻവാസിൽ അവരവരുടെ ചിത്രം വരച്ചു ചേർത്തു. അതെ അതെ, ഓരോ ചെറിയ സമൂഹം പോലും ഈ കൊച്ചിയുടെ മൊത്തത്തിലുള്ള സംസ്കാരത്തിന് എത്രമാത്രം സംഭാവന നൽകി എന്ന് ബോണി തോമസ് വളരെ മനോഹരമായിട്ട് ഈ അധ്യായങ്ങളിലൂടെ പറഞ്ഞു തരുന്നു. അങ്ങനെ ബോണി തോമസിന്റെ കൊച്ചിക്കാരെന്ന പുസ്തകത്തിലൂടെ നമ്മൾ നടത്തിയ ഈ യാത്ര, 7 ഭാഗങ്ങളുള്ള ഈ പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. ശരിക്കും കൊച്ചിയുടെ ആത്മാവിലേക്ക്, അതിന്റെ പല പല അടരുകളിലേക്ക് ഒരുമിച്ച് നടത്തിയ ഒരു അന്വേഷണമായിരുന്നു ഇത്. തീർച്ചയായും. നമ്മൾ തുടങ്ങിവെച്ചത് ജൂതന്മാരിൽ നിന്നും അറബികളിൽ നിന്നുമാണ്. പിന്നെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, അത് കഴിഞ്ഞ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വന്നവർ. കൊങ്കണി, തമിഴ്, തെലുങ്ക്, ഗുജറാത്തി, മാർവാടി, കച്ചി, സിന്ധി, ജൈനർ, ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ച കാശ്മീരി, തുളു, കന്നഡ, മറാഠി. ഹോ, എത്രയെത്ര സമൂഹങ്ങൾ! ശരിയാണ്. ഇവരൊക്കെ ഈയൊരു ചെറിയ സ്ഥലത്ത് ഒരുമിച്ച് ജീവിക്കുന്നു എന്നത് തന്നെയാണ് കൊച്ചിയെ കൊച്ചിയാക്കുന്നത്. അതെ,
ഭാഷ, ഭക്ഷണം, ആചാരം, തൊഴിൽ എല്ലാത്തിലും ആ വൈവിധ്യം കാണാം. ഓരോ സമൂഹത്തിനും അവരുടേതായ കഥകളുണ്ട്, ചരിത്രമുണ്ട്, കൊച്ചിക്ക് നൽകിയ സംഭാവനകളുണ്ട്. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന കൊച്ചിക്കപ്പുറം വേറെ ഒരുപാട് കൊച്ചികളുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. കൊച്ചിയുടെ ഈയൊരു ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ്, അതായത് നമുക്ക് തൊട്ടറിയാൻ പറ്റാത്ത എന്നാൽ അനുഭവിക്കാൻ പറ്റുന്ന ഈ സാംസ്കാരിക പൈതൃകത്തെ ഇത്രയും ആഴത്തിൽ പഠിച്ച് ഓരോ സമൂഹത്തിലെയും ആളുകളോട് സംസാരിച്ച് അവരുടെ ജീവിതം മനസ്സിലാക്കി എഴുതിയ ബോണി തോമസിന് ഒരു വലിയ നന്ദി പറയണം. തീർച്ചയായും. ഇതൊരു സാധാരണ ചരിത്രപുസ്തകമല്ല, ജീവിക്കുന്ന മനുഷ്യരുടെ, നിലനിൽക്കുന്ന സംസ്കാരങ്ങളുടെ ഒരു നേർസാക്ഷ്യമാണ്. കൊച്ചിയെക്കുറിച്ച് കൂടുതൽ അറിയണം, അതിന്റെ ഈ ബഹുസ്വരതയെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് കൊച്ചിക്കാർ. ഈ 7 ഭാഗങ്ങളിലും ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേർന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അതെ, നിങ്ങളുടെയൊക്കെ പിന്തുണ വളരെ വലുതാണ്. കൊച്ചിയുടെ ഈ അത്ഭുതലോകത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ സംഭാഷണങ്ങൾ നിങ്ങൾക്ക് പുതിയ ചിന്തകളും അറിവുകളും നൽകിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരഭ്യർത്ഥന കൂടിയുണ്ട്. ഈ പുസ്തകത്തിന്റെ മൂലകൃതി കൊച്ചിക്കാർ നിങ്ങൾ വാങ്ങി വായിക്കണം. ഗ്രന്ഥകർത്താവിനെ പ്രോത്സാഹിപ്പിക്കണം. ഇത്തരം നല്ല പുസ്തകങ്ങളുണ്ടാകാൻ വായനക്കാരുടെ പിന്തുണ അത്യാവശ്യമാണ്. തീർച്ചയായും ഒരു നാടിന്റെ കഥ പറയുന്ന, അതിന്റെ ആത്മാവിനെ തൊട്ടറിയാൻ സഹായിക്കുന്ന പുസ്തകമാണത്. നിങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ മറ്റു പുസ്തകങ്ങളെക്കുറിച്ചോ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ആഴത്തിൽ സംസാരിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ. അതെ, അതിനുള്ള പ്രചോദനം നിങ്ങളുടെ പ്രതികരണങ്ങളാണ്. അപ്പോ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.